ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക്, അതേപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക്, അതേപോലെ തന്നെ നഴ്സറി ബിസിനസ് ഉള്ളവർക്ക്, അതിനങ്ങനെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനമാകുന്ന ഒരു സ്ഥലത്തേക്കാണ്. സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിനൊക്കെ അത് മിസ്റ്റേക്ക് തിരുത്തി തരിക, അതായത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500-ൽ കൂടുതൽ നഴ്സറികളുള്ള ഒരു ഏരിയയിലാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മമ്മി എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത്, ഇവിടെ ബാംഗ്ലൂർ വന്ന് നിൽക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കും, മോനെ ഈ ബാംഗ്ലൂരിൽ നിന്നാണല്ലോ പൂക്കളെല്ലാം നാട്ടിലേക്ക് വരുന്നത്, അപ്പം നല്ല വെറൈറ്റി പൂക്കൾ പിടിക്കുന്ന ചെടികൾ മേടിക്കാൻ കിട്ടുന്നത് എവിടെയാണ് മോൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലമ്മ, നെക്സ്റ്റ് ടൈം മമ്മി വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാം തിരക്കി കണ്ടുപിടിച്ച് വെക്കാം എന്ന് പറഞ്ഞിട്ട് തിരക്കി കണ്ടുപിടിച്ച സ്ഥലമാണിത് കേട്ടോ. അപ്പം ഇത് വേറെ എവിടെ അല്ല, ഈ സ്ഥലത്തിൻ്റെ പേര് ദൊഡ്ഡാൽമര എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഇത് പോകാനുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈസൂർ റോഡ്, അതായത് മൈസൂർ റോഡ് കുമ്പൽഗോഡ് രാജരാജേശ്വരി കോളേജിൻ്റെ അടുത്തുനിന്ന് അകത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ആ കയറി ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇതേ കണക്ക് 2 സൈഡിലും നഴ്സറികൾ സ്റ്റാർട്ടാവും. അവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം 2 സൈഡും ഫുൾ നഴ്സറികളാണ്. ഹോൾസെയിൽ, റീറ്റെയിൽ എല്ലാ തരത്തിലുള്ള നഴ്സറികളുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു നഴ്സറിയുടെ അകത്ത് പോയി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡ് ഇതാണ്. 2 സൈഡും നിറയെ നഴ്സറികളാണ്. നിങ്ങൾക്ക് പോകാം, എല്ലാ നഴ്സറിയിലും കയറി നോക്കാം, കാര്യങ്ങൾ സംസാരിക്കാം. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ സ്ഥലത്ത് പോവുക. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വരാനായിട്ട് വേറെ ഒരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് മാഗടി റോഡ്, തവരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അകത്തേക്ക് വന്നാലും, അതായത് ദൊഡ്ഡാൽമര റോഡ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ, അവിടുന്ന് 15 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ മൈസൂർ റോഡിൽ നിന്നും 15 കിലോമീറ്ററാണ്. മൈസൂർ റോഡിൽ നിന്ന് കയറുകയാണെങ്കിൽ 5 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ 2 സൈഡും നഴ്സറിയിൽ സ്റ്റാർട്ടാവും. അതേപോലെ തന്നെ മാഗടി റോഡിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നഴ്സറിയിൽ സ്റ്റാർട്ടാവത്തുള്ളൂ. ഫുള്ള് കാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ആൽമരം. ദൊഡ്ഡാൽമരം എന്ന സ്ഥലത്തിന് പേര് വരാനായിട്ട് കാരണം തന്നെ ഈ ആൽമരമാണ്. 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു ആൽമരമാണിത്. ഇപ്പം 3 ഏക്കർ സ്ഥലത്തിലാണിത് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് കയറാനായിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കയറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണെന്ന് തോന്നുന്നു ടൈമിങ്. ഇതിൻ്റെ ആ ആൽമരത്തിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പിന്നെ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ചെടികളുടെ ലോകത്തേക്ക് പോകാം, അതായത് നഴ്സറികളുടെ ഏരിയയിലേക്ക് പോകാം. അപ്പം ഇതിന് ചുറ്റും, ഈ ദൊഡ്ഡാൽമരത്തിന് ചുറ്റുമുള്ള ഏരിയയാണ് ഫുള്ള് നഴ്സറികളാണ്. ഞാൻ ആദ്യം കുറേയൊക്കെ എണ്ണി നോക്കി, പിന്നെ എണ്ണം തെറ്റിദ്ധാരണം നിർത്തി. നിറയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും കയറി നോക്കാം. നിങ്ങൾക്ക് നിറയെ വെറൈറ്റി നല്ല ചെടികൾ, നല്ല മരങ്ങൾ, അതേപോലെ തന്നെ ചെടിച്ചട്ടി കാര്യങ്ങൾ, അതേപോലെ ഒരു കൃഷിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക. അതേപോലെ തന്നെ എല്ലാ നഴ്സറികളിലും വിസിറ്റ് ചെയ്യുക, കഴിയുന്നിടത്തോളം വിസിറ്റ് ചെയ്യുക. അതിനൊക്കെ എല്ലായിടത്തും പല വെറൈറ്റി ചെടികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നിറയെ കാണാനും ഇത് ചെയ്യാനൊക്കെ ഉണ്ട്. എനിക്ക് ചെടികളെ പറ്റിയിട്ട് നിറയെ അറിവൊന്നുമില്ല, അപ്പോൾ പറഞ്ഞു തരാനായിട്ട് ഞാനപ്പോൾ നിങ്ങളൊരു നഴ്സറിക്കകത്ത് കൊണ്ടുപോയി ഫുൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ തരം ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ തരം തൈകൾ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ബാംഗ്ലൂർ മലയാളിസിന് ഈ വീഡിയോ ഒരു പ്രയോജനമാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ മമ്മി പറഞ്ഞിട്ട് ചെടികളെ പറ്റിയിട്ട് തിരക്കുകയുണ്ടായി. അപ്പം പലരോടും തിരക്കുമ്പോഴത്തേക്ക് അവർക്ക് ആർക്കും ഇങ്ങനെ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു അറിവില്ല. അല്ലെങ്കിൽ ഇത്രയും നഴ്സറികളുള്ള ഒരു ഏരിയനെ പറ്റിയിട്ട് ആർക്കും അറിയില്ല. അതേപോലെ ഞാൻ ഇത് കണ്ടുപിടിച്ചതിന് ശേഷവും പലരോട് പറയുമ്പോഴും അവർക്കാർക്കും ഇങ്ങനൊരു ഏരിയ ഉള്ളതിനെ പറ്റിയിട്ട് ആർക്കും അറിവില്ല. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ ചെടികൾ കൂടുതൽ ഇഷ്ടമുള്ളൊരു ഈ ഏരിയ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ട് അതിനെ പറ്റിയിട്ട് അറിയുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നഴ്സറിക്കകത്ത് കയറി നോക്കാം. ഞാനിവിടെ മാത്രമാണ് കയറി നോക്കിയിട്ടുള്ളത്. ഇതൊരു ഹോൾസെയിലാണ് ഇവിടെ മെയിനായിട്ട്. പിന്നെ അതിനൊക്കെ റീറ്റെയിലും കൊടുക്കും. ഇതിനെപ്പറ്റി ചെടികളെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളൊരു അറിവൊന്നും എനിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു അറിവ് കിട്ടും. ഞാൻ ഈ ഫുള്ള് നഴ്സറിയുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ ഇവിടെ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇവിടുന്ന് മേടിക്കുക. അപ്പം അത് കണക്ക് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ആർക്കെങ്കിലും ഒരു ഉപകാരമാവുന്നെങ്കിൽ അതും വലിയൊരു കാര്യമല്ലേ. അതുകൊണ്ട് ഈ നഴ്സറി ക്യാമ്പ് ഫുള്ള് കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാമുണ്ഡേശ്വരി നഴ്സറിക്കകത്തുള്ള കാഴ്ചകൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞേ തീരത്തുള്ളൂ. അപ്പം ഞാൻ ഈ വരുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നഴ്സറി വരുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റാഫ് ഇതിനൊക്കെ വെള്ളം നനച്ചുകൊണ്ട്, അതായത് ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു എനിക്ക് ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കയറി കണ്ടു, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കയറി കണ്ടു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഓണർ വരാതെ അല്ലെങ്കിൽ ഓണറിൻ്റെ ചോദിക്കാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതേപോലെ ഓണർ വരാൻ ലേറ്റ് ആകുമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ,
ഇല്ല എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനായിരുന്നു എന്ന് പറഞ്ഞുടനെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞ ഉടനെ ആൾ പറഞ്ഞു അമ്മയ്ക്കാണോ എന്നാൽ ധൈര്യമായിട്ട് എടുത്തൊരു കുഴപ്പമില്ല, ഞാൻ ഓണറിനോട് സംസാരിച്ചോളാം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതേപോലെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് പറയുണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് വന്നാൽ നമുക്ക് മസ്റ്റായിട്ടും അവിടെ തന്നെ വിസിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, ചെടികളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഏരിയ വിസിറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വീഡിയോയിൽ എത്രയും വേഗം കാണാം. ബൈ 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 ബൈ.